സിനിമ എന്നത് ഒരു മായാലോകമാണ് എന്നാണ് അതിൽ അഭിനയിക്കുന്നവർ തന്നെ പറയുന്നത്. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും തീർന്നു പോകുന്ന ഒരു സ്വപ്നം പോലെ. എന്നാൽ ആ സ്വപ്നത്തിൽ നിന്ന് ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കുക എന്നതൊരു ഭാഗ്യമാണെന്ന് പറയാറുണ്ട്. അത്തരത്തിൽ ആ സ്വപ്നലോകത്തിൽ കാലങ്ങളായി തിളങ്ങിക്കുന്ന ഒരുപാട് നായകന്മാരെ നമ്മൾക്കറിയാം. എന്നാൽ സിനിമയിൽ എക്കാലത്തും ഒരുപോലെ സജീവമാകുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അല്പം വെല്ലുവിളി നിറഞ്ഞതാണ്. പലപ്പോഴും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രാധാന്യം നൽകണമെന്ന് ഒരു നടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലൈംലൈറ്റിൽ തിളങ്ങുക എന്നത് പ്രയാസകരമായി മാറും. അത്തരത്തിൽ ഒരു കാലത്ത് വെള്ളിത്തിരയിൽ തിളങ്ങിയ ശേഷം സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായ നടിയാണ് ഇത്. ദിലീപ് ചിത്രമായ തങ്കമണിയിൽ സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രം ഇവർ ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, പ്രണീത സുഭാഷ്. രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്ത തങ്കമണി എന്ന ചിത്രത്തിലൂടെ പ്രണീതയെ മലയാളി പ്രേക്ഷകർ സുപരിചിതയായത്. ചിത്രത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥയായിട്ടാണ് നടി എത്തിയത്. തെലുങ്കും മറ്റുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ച നടി പെട്ടെന്നാണ് അപ്രത്യക്ഷതയായി മാറിയത്. തെലുങ്കിൽ ആകെ 8 ചിത്രം മാത്രമാണ് ചെയ്തത്. അതിൽ 7 വൻ പരാജയങ്ങളായിരുന്നു. ഒന്നിൽ മാത്രം വമ്പൻ ഹിറ്റല്ലെങ്കിലും പ്രേക്ഷക ശ്രദ്ധ ലഭിച്ചു. സൗന്ദര്യവും സ്റ്റാർഡവും ഉണ്ടായിട്ടും ഈ നടിക്ക് സിനിമയിൽ വലിയ സ്വീകാര്യത ലഭിച്ചില്ല. അവർ ആഗ്രഹിച്ച ഒരു അംഗീകാരം സിനിമയിൽ നിന്ന് ലഭിച്ചില്ല. പ്രധാന നായികയായി എത്തിയിട്ടും തനിക്ക് വേണ്ടത്ര സ്വീകാര്യത ലഭിക്കുന്ന എന്ന ബോധ്യത്തോടെയായിരിക്കും പിന്നീട് ഗസ്റ്റ് റോളിലേക്ക് പ്രണീത എത്തിയതും. പക്ഷേ അതിനും വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചിരുന്നില്ല. നടിയുടെ കരിയറിലെ ഹിറ്റ് എന്ന് പറയുന്നത് പവൻ കല്യാൺ നായകനായി പുറത്തിറങ്ങിയ 'അഡ്ഡാന്ധരി ധരേരി' എന്ന ചിത്രമാണ്. പിന്നീട് തുടർച്ചയായ പരാജയങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്ന് അപ്രത്യക്ഷനായി. നിലവിൽ വിവാഹിതയായ പ്രണീതയ്ക്ക് 2 കുട്ടികളാണ് ഉണ്ടെന്നതാണ് വിവരം. ഫീമെയിൽ നിന്നും അപ്രതീക്ഷിതമാണെങ്കിൽ നടി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്.